നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാണക്യലോകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നില്ലേ? സമാധാനത്തിനു പകരം എപ്പോഴും കലഹങ്ങളും അസ്വസ്ഥതകളുമാണോ അനുഭവപ്പെടുന്നത്? എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില നിസ്സാര തെറ്റുകൾ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം പടിയിറക്കുകയാകാം. ലോകം കണ്ട മഹാതന്ത്രജ്ഞനായ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ചില പ്രത്യേക ശീലങ്ങളുള്ള വീട്ടിൽ ലക്ഷ്മീദേവി ഒരിക്കലും വസിക്കില്ല എന്ന്. ആധുനിക കാലത്തും പ്രസക്തമായ ആ 5 തെറ്റായ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇതുപോലുള്ള അറിവുകൾക്കും ജീവിത വിജയത്തിനായുള്ള ചാണക്യതന്ത്രങ്ങൾക്കുമായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. 1. അശുചിത്വം. ഐശ്വര്യം പടിയിറങ്ങുന്ന ആദ്യത്തെ കാരണം. ചാണക്യൻ തന്റെ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച ഏറ്റവും വലിയ മൂല്യങ്ങളിൽ ഒന്നാണ് അച്ചടക്കവും വൃത്തിയും. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ബാഹ്യമായ വൃത്തി അയാളുടെ ആന്തരികമായ ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. ചാണക്യന്റെ ജീവിത ഉദാഹരണം. മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായ ചന്ദ്രഗുപ്ത മൗര്യനെ വളർത്തിയെടുക്കുമ്പോൾ ചാണക്യൻ നൽകിയ ആദ്യ പാഠങ്ങളിലൊന്ന് ശുചിത്വമായിരുന്നു. വൃത്തിയില്ലാത്ത ശരീരവും വൃത്തിയില്ലാത്ത സാഹചര്യവും ദൗർഭാഗ്യത്തെ ക്ഷണിച്ചുവരുത്തും എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ചാണക്യൻ വസിച്ചിരുന്ന ലളിതമായ കുടിൽ പോലും അതീവ വൃത്തിയുള്ളതായിരുന്നു. പവിത്രമായ അറിവ് വസിക്കേണ്ട ഇടം എപ്പോഴും ശുദ്ധമായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധം. എന്തുകൊണ്ടിത് ഐശ്വര്യം കളയുന്നു? ലക്ഷ്മീദേവിയുടെ അപ്രീതി. ഹൈന്ദവ വിശ്വാസപ്രകാരം ശുദ്ധിയുള്ള ഇടങ്ങളിലെ മഹാലക്ഷ്മി വസിക്കുകയുള്ളൂ. അഴുക്കും ദുർഗന്ധവും നിറഞ്ഞ വീട് ദാരിദ്ര്യത്തിന്റെ ലക്ഷണമായാണ് ചാണക്യൻ കാണുന്നത്. നെഗറ്റീവ് എനർജി. കഴുകാത്ത പാത്രങ്ങളും അടുക്കിവെക്കാത്ത സാധനങ്ങളും വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുന്നു. ഇത് വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥയെ ബാധിക്കുകയും അലസതയുണ്ടാക്കുകയും ചെയ്യുന്നു. ആരോഗ്യവും സമ്പത്തും. അശുചിത്വം രോഗങ്ങളെ കൊണ്ടുവരുന്നു. രോഗങ്ങൾ വരുന്നതുവഴി സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്കായി ചെലവാക്കേണ്ടിവരുന്നു. അങ്ങനെ ഐശ്വര്യം പടിയിറങ്ങുന്നു. നമുക്ക് ചെയ്യാവുന്ന മാറ്റങ്ങൾ. അടുക്കളയും സിങ്കും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ ഓരോ മൂലയിലും വെളിച്ചവും വായുസഞ്ചാരവുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ വെക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്നു, അഴുക്കുപിടിച്ച വസ്ത്രം ധരിക്കുന്നവനും പല്ല് വൃത്തിയാക്കാത്തവനും അമിതമായി ആഹാരം കഴിക്കുന്നവനും പരുഷമായി സംസാരിക്കുന്നവനും എത്ര വലിയവനാണെങ്കിലും ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടും മനസ്സും എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക. 2. സന്ധ്യാസമയത്തെ ഉറക്കം. ഭാഗ്യത്തെ തടയുന്ന അലസത. ചാണക്യന്റെ ദർശനത്തിൽ സമയമെന്നത് വെറുമൊരു കണക്കല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ പ്രകൃതിയുടെ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ചാണക്യന്റെ ജീവിത ഉദാഹരണം. മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിക്കുമ്പോൾ ചാണക്യൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ദിനചര്യയ്ക്കാണ്. ചാണക്യൻ സ്വയം ഒരു കഠിനമായ ടൈം ടേബിൾ പിന്തുടർന്നിരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സന്ധ്യാസമയം അദ്ദേഹം പ്രാർത്ഥനയ്ക്കും തന്ത്രങ്ങൾ മെനയുന്നതിനും അറിവ് സമ്പാദിക്കുന്നതിനുമാണ് മാറ്റിവെച്ചിരുന്നത്. ആ സമയത്ത് ഉറങ്ങുന്നത് ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുമെന്നും ശത്രുക്കൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ അവസരം നൽകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. സന്ധ്യാസമയത്തെ അലസത ഒരു ഭരണാധികാരിയെ പരാജയത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം ചന്ദ്രഗുപ്തനെ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ടിത് ഐശ്വര്യം കളയുന്നു? നെഗറ്റീവ് എനർജിയുടെ കടന്നുകയറ്റം. സന്ധ്യാസമയം എന്നത് പകലും രാത്രിയും സന്ധിക്കുന്ന പവിത്രമായ സമയമാണ് ഗോസായം. ഈ സമയത്ത് ഉറങ്ങുന്നത് ശരീരത്തിലെ പോസിറ്റീവ് എനർജി കുറയ്ക്കുകയും അലസതയും വിഷാദവും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ചാണക്യനീതി പറയുന്നു. ലക്ഷ്മീദേവിയുടെ പ്രവേശന സമയം. വീടുകളിൽ വിളക്കു കൊളുത്തി ഐശ്വര്യം ക്ഷണിക്കുന്ന സമയത്ത് ഉറങ്ങുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചുവരുത്തുന്നതിന് തുല്യമാണ്. ആരോഗ്യപ്രശ്നങ്ങൾ. അസമയത്തെ ഉറക്കം ദഹനത്തെയും ഉറക്കത്തിന്റെ ചക്രത്തെയും ബാധിക്കുന്നു. ശാരീരിക ആരോഗ്യം തകരുന്നതോടെ പ്രവർത്തനക്ഷമത കുറയുകയും ഇത് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. നമുക്ക് ചെയ്യാവുന്ന മാറ്റങ്ങൾ. സന്ധ്യാസമയത്ത് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക. ആ സമയം പ്രാർത്ഥനയ്ക്കോ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി നല്ല കാര്യങ്ങൾ സംസാരിക്കാനോ മാറ്റിവെക്കുക. വീടിനുള്ളിൽ നല്ല വെളിച്ചം ഉറപ്പുവരുത്തുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്നു, സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ഉറങ്ങുന്നവൻ എത്ര വലിയ പണ്ഡിതനായാലും ലക്ഷ്മീദേവി അയാളെ കൈവിടും. സമയം പാലിക്കാത്തവന് ലോകത്തെ ജയിക്കാനാവില്ല. അതുകൊണ്ട് ഈയൊരു തെറ്റായ ശീലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഇന്നു തന്നെ തിരുത്തുക. 3. വാക്കുകളിലെ പരുഷത. ഐശ്വര്യത്തെ തകർക്കുന്ന അഗ്നി. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വാക്കുകൾക്ക് ലോകത്തെ കീഴടക്കാനോ അല്ലെങ്കിൽ സ്വന്തം സർവനാശത്തിന് കാരണമാകാനോ ഉള്ള ശക്തിയുണ്ട്. ഒരാൾ എത്ര വലിയ വിദ്വാനാണെങ്കിലും
അയാളുടെ സംസാരത്തിൽ വിനയമില്ലെങ്കിൽ അയാൾക്ക് സമൂഹത്തിലോ വീട്ടിലോ സ്ഥാനമുണ്ടാവില്ല. ചാണക്യന്റെ ജീവിത ഉദാഹരണം. ചാണക്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് നന്ദരാജാവിന്റെ സഭയിൽ വെച്ചാണ്. നന്ദരാജാവ് തന്റെ പാണ്ഡിത്യത്തെ അവഹേളിക്കുകയും പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോഴാണ് നന്ദവംശത്തെ നശിപ്പിക്കുമെന്ന് ചാണക്യൻ ശപഥം ചെയ്തത്. പരുഷമായ വാക്കുകൾ എങ്ങനെ ഒരു സാമ്രാജ്യത്തിന്റെ തന്നെ നാശത്തിന് കാരണമാകുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. അതുകൊണ്ടുതന്നെ സംസാരത്തിൽ എപ്പോഴും നിയന്ത്രണം പാലിക്കണമെന്നും വീട്ടിലുള്ളവരോടും മറ്റുള്ളവരോടും സ്നേഹത്തോടെ സംസാരിക്കണമെന്നും അദ്ദേഹം ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചു. മധുരമായ സംസാരം ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. എന്തുകൊണ്ടിത് ഐശ്വര്യം കളയുന്നു? ലക്ഷ്മീദേവിയുടെ പടിയിറക്കം. കലഹവും ചീത്തവിളികളുമുള്ള വീട്ടിൽ ലക്ഷ്മീദേവി ഒരിക്കലും തങ്ങില്ല എന്ന് ചാണക്യനീതി പറയുന്നു. വാക്കുകൾ മുറിപ്പെടുത്തുന്നിടത്ത് സമാധാനമുണ്ടാവില്ല. ബന്ധങ്ങളുടെ തകർച്ച. പരുഷമായ സംസാരം കുടുംബാംഗങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്നു. പരസ്പരം ബഹുമാനിക്കാത്ത ഒരിടത്ത് ഭാഗ്യം കടന്നുവരില്ല. മാനസിക സമ്മർദ്ദം. വീട്ടിലെ വഴക്കുകൾ മനസ്സമാധാനം നശിപ്പിക്കുകയും ഇത് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നു. ഇത് ക്രമേണ സാമ്പത്തികമായ തകർച്ചയ്ക്കും കാരണമാകും. നമുക്ക് ചെയ്യാവുന്ന മാറ്റങ്ങൾ. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക. വാക്കുകൾ പുറത്തേക്ക് വിടുന്നതിനു മുൻപ് അത് മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ചിന്തിക്കുക. വീട്ടിലെ മുതിർന്നവരോടും പങ്കാളിയോടും കുട്ടികളോടും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രം സംസാരിക്കുക. പ്രാർത്ഥനയോടെയും പോസിറ്റീവ് വാക്കുകളോടെയും ദിവസം തുടങ്ങുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്നു, ഒരു മനുഷ്യന്റെ നാവിലാണ് ഐശ്വര്യവും ദാരിദ്ര്യവും മണവും മരണവും ഒളിച്ചിരിക്കുന്നത്. മധുരമായ സംസാരം നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കും. എന്നാൽ പരുഷമായ വാക്കുകൾ കത്തിച്ച അഗ്നി പോലെ നിങ്ങളുടെ സന്തോഷത്തെ ചുട്ടുചാമ്പലാക്കും. അതുകൊണ്ട് എപ്പോഴും മിതമായും മധുരമായും സംസാരിക്കാൻ ശീലിക്കുക. 4. അമിതമായ ദേഷ്യം. ബുദ്ധിയെ നശിപ്പിക്കുന്ന ശത്രു. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ദേഷ്യമെന്നത് പുറത്തുനിന്നുള്ള ശത്രുവിനേക്കാൾ അപകടകാരിയായ ഉള്ളിലുള്ള ശത്രുവാണ്. ദേഷ്യം വരുമ്പോൾ ഒരു വ്യക്തിയുടെ ചിന്താശേഷി നഷ്ടപ്പെടുകയും അത് തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ചാണക്യന്റെ ജീവിത ഉദാഹരണം. ചാണക്യൻ സ്വയം ഒരു തീക്ഷ്ണ സ്വഭാവക്കാരനായിരുന്നുവെങ്കിലും തന്റെ ദേഷ്യത്തെ അദ്ദേഹം ഒരു തന്ത്രമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലാതെ ഒരിക്കലും അത് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ അനുവദിച്ചിരുന്നില്ല. മൗര്യ സാമ്രാജ്യം പടുത്തുയർത്തുന്ന ഘട്ടത്തിൽ പലപ്പോഴും ചന്ദ്രഗുപ്തൻ വൈകാരികമായി തളരുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം ചാണക്യൻ ഉപദേശിച്ചിരുന്നത്, ശത്രുവിനോടുള്ള ദേഷ്യം നിന്റെ ഉള്ളിൽ വയ്ക്കുക, അത് നിന്റെ മുഖത്ത് പ്രകടിപ്പിച്ചാൽ നിന്റെ തന്ത്രങ്ങൾ ശത്രുവിന് മനസ്സിലാക്കാൻ എളുപ്പമാകും എന്നാണ്. അന്ധമായ ദേഷ്യം ഒരുവന്റെ നാശത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിച്ചു. എന്തുകൊണ്ടിത് ഐശ്വര്യം കളയുന്നു? സമാധാനത്തിന്റെ നാശം. എപ്പോഴും ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്ന വീടുകളിൽ പോസിറ്റീവ് എനർജി നിലനിൽക്കില്ല. ശാന്തതയില്ലാത്ത ഒരിടത്ത് ലക്ഷ്മീദേവി വസിക്കില്ലെന്ന് ചാണക്യനീതി പറയുന്നു. വിവേകം നഷ്ടപ്പെടുന്നു. ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും ബന്ധങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു. ദേഷ്യം കാരണം ചെയ്യുന്ന പ്രവൃത്തികൾ പിന്നീട് വലിയ പശ്ചാത്താപത്തിന് വഴിവെക്കും. മാനസിക അസ്വസ്ഥത. അമിതമായി ദേഷ്യപ്പെടുന്നവരുടെ മനസ്സിൽ എപ്പോഴും അശാന്തിയായിരിക്കും. ഇത് വീട്ടിലെ ഐശ്വര്യം പടിയിറങ്ങാൻ പ്രധാന കാരണമാകുന്നു. നമുക്ക് ചെയ്യാവുന്ന മാറ്റങ്ങൾ. ദേഷ്യം വരുമ്പോൾ 1 മുതൽ 10 വരെ എണ്ണുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. പ്രശ്നങ്ങളെ ദേഷ്യത്തോടെയല്ല, ബുദ്ധിയോടെയും തന്ത്രത്തോടെയും നേരിടാൻ ശീലിക്കുക. വീട്ടിലെ അന്തരീക്ഷം എപ്പോഴും പ്രസന്നമായി വയ്ക്കാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്നു, ദേഷ്യമെന്നത് തലയിൽ ചുമക്കുന്ന കത്തുന്ന കനൽ പോലെയാണ്. അത് മറ്റൊരാൾക്ക് നേരെ എറിയുന്നതിനു മുൻപ് നിങ്ങളെത്തന്നെയാണ് പൊള്ളിക്കുന്നത്. ദേഷ്യം നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്നവന്റെ വീട്ടിൽ ഒരിക്കലും സമ്പൽ സമൃദ്ധിയുണ്ടാവില്ല. അതുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കുക, ബുദ്ധിയെ ആയുധമാക്കുക. 5. അമിതവ്യയം. സമ്പാദ്യത്തെ കാർന്നുതിന്നുന്ന വിപത്ത്. ചാണക്യന്റെ സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് എങ്ങനെ ചെലവഴിക്കുന്നുവെന്നത്. വരുമാനത്തിനനുസരിച്ചല്ലാതെ ജീവിക്കുന്നവൻ എത്ര സമ്പന്നനായാലും വേഗത്തിൽ ദാരിദ്ര്യത്തിലേക്ക് വീണുപോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ചാണക്യന്റെ ജീവിത ഉദാഹരണം. അഖണ്ഡ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നിട്ടും ചാണക്യൻ ജീവിച്ചിരുന്നത് ഒരു ചെറിയ കുടിലിലായിരുന്നു. വസ്ത്രത്തിലോ ഭക്ഷണത്തിലോ ആഡംബരങ്ങൾ കാണിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. രാജ്യത്തിന്റെ ഖജനാവ് നിറഞ്ഞിരിക്കുമ്പോഴും ഭരണാധികാരികൾ മിതത്വം പാലിക്കണമെന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പണം ചിലവാക്കാവൂ എന്നും അദ്ദേഹം ചന്ദ്രഗുപ്തനെ ഉപദേശിച്ചു. ഒരു കുളത്തിലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് നശിച്ചുപോകും, എന്നാൽ അത് ഒഴുകിപ്പോകുകയും പുതിയ വെള്ളം വരികയും വേണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനർത്ഥം പണം ശരിയായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കണം, എന്നാൽ അത് അനാവശ്യമായി പാഴാക്കരുത് എന്നാണ്. എന്തുകൊണ്ടിത് ഐശ്വര്യം കളയുന്നു? സമ്പത്തിന്റെ ചോർച്ച. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നത് കടബാധ്യതകളിലേക്ക് നയിക്കുന്നു. കടമുള്ള വീട്ടിൽ ഒരിക്കലും സമാധാനമോ ഐശ്വര്യമോ ഉണ്ടാവില്ല.
ആപത്തുകാലത്തെ തിരിച്ചടി. സമ്പാദ്യമില്ലാത്തവൻ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നുപോകുന്നു. പണം സൂക്ഷിച്ചു വയ്ക്കാത്തവനെ ലക്ഷ്മീദേവി അനുഗ്രഹിക്കില്ലെന്ന് ചാണക്യനീതി പറയുന്നു. പ്രദർശനപരമായ ജീവിതം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആഡംബരങ്ങൾ ഒരുവന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നു. ഇത് കുടുംബത്തിൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കാൻ കാരണമാകും. നമുക്ക് ചെയ്യാവുന്ന മാറ്റങ്ങൾ: ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിർബന്ധമായും സമ്പാദിച്ചു വയ്ക്കുക. അനാവശ്യമായ ബ്രാൻഡഡ് സാധനങ്ങൾക്കും ആഡംബരങ്ങൾക്കും പിന്നാലെ പോകാതെ ലളിതമായ ജീവിതശൈലി ശീലിക്കുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്നു, നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതിലല്ല, എത്രമാത്രം ലാഭിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാക്കുന്നവൻ സ്വന്തം കുഴി തോണ്ടുന്നവന് തുല്യമാണ്. കൃത്യമായ പ്ലാനിംഗോടുകൂടി പണം ചിലവാക്കുന്നവരുടെ വീട്ടിൽ മാത്രമേ ഐശ്വര്യം കുടികൊള്ളുകയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ, അതായത് അശുചിത്വം, അസമയത്തെ ഉറക്കം, പരുഷമായ സംസാരം, അമിതമായ ദേഷ്യം, പിന്നെ അനാവശ്യമായ ധൂർത്ത്, ഇവ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കുക. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ട ജീവിത സത്യങ്ങളാണ്. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റണം എന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശീലം ഏതാണ്? അത് താഴെ കോമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാണക്യലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രധാന വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.